അയ്യന്റെ സന്നിധിയിലേക്കാണ് എത്തുന്നത്. തുടക്കത്തിൽ എത്താനുള്ളതായിരുന്നു, പക്ഷേ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കടന്നതുകൊണ്ട് അല്പം താമസിച്ചു പോയി. ഭക്തജന തിരക്ക് അവിടെയും തുടരുകയാണ്. എന്തായാലും ജനുവരി 14 ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മകരവിളക്കിന് അതിന് മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങൾക്ക് കൂടിയാണ് ഇന്ന് തുടക്കമാവുന്നത്. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ മുതൽ കാനനപാത വഴിയുള്ള പാസ് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു എന്നതുകൂടിയാണ്. എന്തായാലും അഖിൽ പാലോട്ടുമടം അവിടെ നിന്നും ചേരുന്നുണ്ട്. അഖിൽ, ഇന്നത്തെ വിശേഷങ്ങൾ. നിഖിൽ, സ്വാമി ശരണം. ശബരിമല സന്നിധാനം മകരവിളക്കിനോടനുബന്ധിച്ച് വലിയ ഭക്തജന തിരക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. 31-ാം തീയതി, അതായത് ഡിസംബർ 31-ന് ആ വർഷത്തെ ഏറ്റവും അവസാനം ദിവസം 1,48,000 പേരാണ് ശബരിമലയിൽ ദർശനത്തിനായി എത്തിയത്. അവിടെ നിന്നും 1-ാം തീയതി ഏകദേശം അത് 75,000 90,000-ത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പിന്നീട് ആ വലിയ ഭക്തജന തിരക്കിലേക്ക് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ പോകുന്നത്. രാവിലെ മുതലുള്ള കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം 16,000-ത്തോളം വരുന്ന അയ്യപ്പ ഭക്തർ ഈ കഴിഞ്ഞ 4 മണിക്കൂറുകൾക്കുള്ളിൽ അയ്യനെ ദർശിച്ചു കഴിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതലായി തന്നെ വർദ്ധിച്ചു വരും എന്ന് തന്നെയാണ് പോലീസ് അയ്യപ്പന്മാരും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ കണക്ക് കൂട്ടുന്നത്. അതിനോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം, ജനുവരി 14-നാണ് ഒരു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ഓരോ അയ്യപ്പ ഭക്തനും വിശ്വാസത്തോടെ കാത്തിരുന്ന മകരസംക്രാന്തി പൂജയും മകരവിളക്കും അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വിവിധങ്ങളായ ഒരുക്കങ്ങൾക്ക് ദേവസ്വം ബോർഡ് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 12-ാം തീയതിയാണ് പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇന്നലെ മുതൽ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 18-ാം പടിയുടെ അവിടെ മുതൽ തന്നെ ഇന്നും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം രാവിലെയാണ് ഇത്തരത്തിലൊരു തിരക്ക് ഉണ്ടാവുക. അത് ഉച്ചപൂജയോടടുക്കുന്ന സമയത്ത് തിരക്ക് ശകലം കുറയാറുണ്ട്. പിന്നെ വൈകുന്നേരം നട തുറക്കുന്ന സമയത്ത് ഒരു തിരക്ക് ഉണ്ടാകാറാണ് പതിവ്. എന്തായാലും രാവിലത്തെ തിരക്ക് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെയാണ് തുടരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ, കാരണം ഫ്ലൈ ഓവറിലേക്ക് എത്തി ഫ്ലൈ ഓവർ കറങ്ങി സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർ അവിടെ ശ്രീകോവിലിനരികിലും കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അയ്യനെ ഒരു നിമിഷമെങ്കിലും കാണുക, അയ്യന് മുമ്പിൽ തൊഴുക, അയ്യന് മുമ്പിൽ താൻ നിറച്ചു വന്ന നെയ്ത്തേങ്ങ സമർപ്പിക്കുക എന്ന ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസമാണ് ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളമുള്ള അവൻ്റെ ആത്മനിർവൃതിയുടെ അല്ലെങ്കിൽ അവൻ്റെ ആത്മാരാധനയുടെ ഏറ്റവും പുണ്യമായ കാര്യങ്ങൾ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചിരുന്നു, ഇന്നലെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കുണ്ടാകുമ്പോഴും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് അധികവുമായി സന്നിധാനത്ത് ദർശനത്തിനായി ഇപ്പോൾ എത്തുന്നത്. കാരണം മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി ദർശനത്തിനെത്തുക എന്നതാണ് ആന്ധ്ര, കർണാടക, തെലങ്കാന പോലുള്ള, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലെ അയ്യപ്പ ഭക്തർ മുഖ്യമായും വിളക്ക് തൊഴുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട വിശ്വാസത്തിൻ്റെ ഭാഗം. അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ പോകുന്നതും. എന്തായാലും ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തി നിർഭരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ ദിവസവും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കുഞ്ഞു മാളികപ്പുറങ്ങളടക്കം അമ്മമാരടക്കം എല്ലാവരും അയ്യനെ കാണുന്നതിലേക്ക് വേണ്ടി, അയ്യനെ ഒരു നോക്ക് തൊഴുന്നതിലേക്ക് വേണ്ടി നിൽക്കുന്ന കാഴ്ചയും നമുക്ക് സന്നിധാനത്ത് നിന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെയാണ് നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ കാനനപാത വഴി എത്തുന്ന അയ്യപ്പ ഭക്തർക്കുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരുന്നു. അതായത് വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നൽകുന്ന പാസ് മുഖേന ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർ പോലീസ് അയ്യപ്പന്മാരുമായി ഉണ്ടാകുന്ന വാക്കേറ്റങ്ങളും അല്ലെങ്കിൽ തർക്കങ്ങളുടെയും ഒക്കെ തന്നെ ഭാഗമായിട്ടാണ് അത് പൂർണ്ണമായും നിരോധിക്കാൻ. കാരണം അങ്ങനെ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക എന്നുള്ള കാര്യം കൂടി കണക്കിലെടുത്താണ് പൂർണ്ണമായും അത്തരത്തിലുള്ള പാസ് നിരോധിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അനു, ശരി.